ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 46-ാം തിരുവചനം. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. മനുഷ്യസഹജമായ തർക്കം, സ്ഥാനത്തിനും കൂടുതൽ മാനത്തിനും വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആർത്തി ഇവിടെ യേശുവിൻ്റെ ശിഷ്യരിലും പ്രകടമാകുന്ന സമയം. തങ്ങളുടെ ഇടയിൽ നടക്കുന്ന വൻ കാര്യങ്ങൾ കണ്ട് യേശുവിനെ പിൻചെല്ലുന്ന വലിയ ജനാവലി ഒരുപക്ഷെ യഹൂദന്മാരുടെ രാജാവായി യേശുവിനെ അവരോധിച്ചാൽ ആ രാജാവിൻ്റെ സ്ഥാനപതികളിൽ വലിയവൻ, തങ്ങളിൽ ഇപ്പോൾ വലിയവൻ ആരാണോ അവനായിരിക്കും എന്ന ദുരാഗ്രഹത്തിലായിരിക്കണം അവരുടെ ഇടയിലുള്ള ആ തർക്കം. ആരൊക്കെ തമ്മിലായിരുന്നിരിക്കണം ആ തർക്കം? യാക്കോബും പത്രോസും തമ്മിലായിരുന്നുവോ? അതോ അന്ത്രയോസും ഫിലിപ്പോസും തമ്മിൽ ആയിരുന്നുവോ? അതുമല്ല തോമസും യൂദായുമോ അതോ മറ്റേതെങ്കിലും ശിഷ്യന്മാരുമായിട്ടായിരുന്നോ? നമുക്കറിയില്ല അല്ലേ. എന്നാൽ ഒരു കാര്യം തീർച്ചയാണ്, ആ യേശുവിൻ്റെ 12 ശിഷ്യന്മാരുടെ ഇടയിലും സ്ഥാനത്തിനായുള്ള തർക്കം ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഇടയിലുണ്ടായ അനിഷ്ടത്തിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത് യേശു താൻ മനുഷ്യരുടെ കയ്യിൽ ഒരു കുറ്റവാളിയെപ്പോലെ ഏൽപ്പിക്കപ്പെടുവാൻ പോകുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു പിറകെയാണ് ഈ തർക്കം എന്നുള്ളതാണ്. നമുക്കറിയാം, യേശു തൻ്റെ കിരീടം, യഥാർത്ഥ മുൾക്കിരീടവും അണിഞ്ഞ് ഇവൻ യഹൂദരുടെ രാജാവ് എന്നെഴുതിയ പലകയുടെ കീഴിൽ കുരിശിൽ തൻ്റെ യഥാർത്ഥ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിനായി വിരിച്ച കൈകളിൽ അടിക്കപ്പെട്ട ആണിയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഈ തർക്കിച്ച ഒരു ശിഷ്യനും യേശുവിൻ്റെ കുരിശെന്ന സിംഹാസനത്തിന് കീഴിൽ ആ സമയം ഉണ്ടായിരുന്നില്ല, അവരുടെ ഇടയിലെ ഏറ്റവും ഇളയവനായ യോഹന്നാൻ ഒഴിച്ച്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം തേടുന്നത് എന്തിനായാണ്? സ്ഥാനങ്ങൾക്കും ആ പദവികൾ തരുന്ന മാനത്തിനുമായാണോ? അതോ ആ സ്ഥാനങ്ങൾ തരുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് മനുഷ്യരുടെ, സഹോദരീ സഹോദരങ്ങളുടെ സേവനത്തിനായാണോ? ദൈവം തരുന്ന സ്ഥാനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നാം അറിയാതെ നമ്മുടെ മനുഷ്യസഹജമായ അഹങ്കാരവും ഞാൻ വലിയവനാണെന്ന തെറ്റായ ബോധവും, എനിക്കാണ് എല്ലാം അറിയുന്നത്, ഞാനാണ് മറ്റുള്ളവരെക്കാൾ മുകളിൽ എന്ന അഹംഭാവവും തരുന്നുണ്ടോ? ഞാൻ എന്ന ബോധം അതിരുകടന്ന് എല്ലാറ്റിൻ്റെയും കേന്ദ്രമായി സ്വയം അവരോധിച്ച് അംഗീകാരം, പ്രശംസ, ശ്രദ്ധ തന്നിലേക്ക് മാത്രം തേടുന്ന മനസ്സിനുടമയാണോ നാം? അതോ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി സേവനത്തിലൂടെയും വിനയത്തിലൂടെയും യേശുവിനെ മുന്നിൽ കണ്ട് യേശുവിനെപ്പോലെ മനസ്സിനും ശരീരത്തിനും മുറിവേറ്റവർക്ക് ഒരു ആശ്വാസദായകനായി നമുക്ക് തീരുവാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.